യഥാർത്ഥത്തോടുകൂടിയാണ് ഞാനിവിടെ. ഇടയവിഷന്റെ ഈ വർഷത്തെ പ്രവർത്തന പരിപാടി എന്തൊക്കെ ആയിരിക്കണം എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇതുപോലെ ഒരു ഗാനസന്ധ്യ ക്രമീകരിക്കുന്നതിന് ഞങ്ങൾ കമ്മിറ്റിയായിട്ട് ആലോചിച്ചു. അതുപ്രകാരം വിവേകി അച്ഛൻ്റെ അനുവാദത്തോടുകൂടി അച്ഛൻ്റെ ആശീർവാദത്തോടുകൂടി നമ്മൾ ഈ ഒരു ഉദ്യോഗത്തിലേക്ക് തുടരുകയാണ്. സാധു കൊച്ചുണ്ണി ഉപദേശിയുടെ ഒരു സംഗീത സായാഹ്നം നാം തുടങ്ങുവാനാണ്. 1900 അതൊരു സൂചിപ്പിച്ചതാണ് ഞാൻ നമ്മളോട് പറയുകയും ശ്രമിക്കുന്നത്. 1883 ജനിച്ച് തൻ്റെ 62-ാം വയസ്സിൽ 1945 ഇഹലോകവാസം കഴിഞ്ഞു. ഏകദേശം 210 ക്രിസ്തീയ ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. മാർത്തോമാ സഭയിലെ ഒട്ടുമിക്ക മിഷണറി പ്രവർത്തനങ്ങളിലെയും പ്രാരംഭം കുറിച്ച അദ്ദേഹം സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടയാറുള്ള മാർത്തോമാ പള്ളിയിലെ കല്ലറയിൽ ഇപ്രകാരം ആലേഖനം ചെയ്തു. ഇത് ഇടയാറുള്ള മൂത്താമ്പാറ്റൻ സാധു കൊച്ചുണ്ണി ഉപദേശിയുടെ മൺകൂടാണ്. ആത്മാവ് നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാൻ പോയിരുന്നു. എൻ്റെ കർത്താവിൻ്റെ വരവിൽ ആ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി പങ്കുകൊള്ളാം. തൻ്റെ 80-ാം ചരമവാർഷികം കൊണ്ടാടുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്കൊപ്പിൽ കിഴക്കമ്പത്തൂർ സെന്റ് പോൾസ് മാർത്തോമാ ഇടവകമിഷൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സമയം ചുരുക്കത്താൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഇത്ര ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് ഇതിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിച്ചത് നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട എബ്രഹാം പണിക്കർ അച്ഛൻ. എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു. സമയബന്ധിതമായിട്ട് എല്ലാ പരിപാടികളും ക്രമീകരിക്കുന്നതിനും ഒക്കെ അച്ഛൻ ചെയ്ത ഉത്സാഹം വളരെ വലുതാണ്. അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഇടവിഷനായി നമ്മുടെ ബഹുമാനപ്പെട്ട PT കോശിയച്ഛൻ നമ്മോടൊപ്പം ഒരു കൊയറിൻ്റെ ഒരു ഭാഗമായിട്ട് അച്ഛൻ നമ്മോടുണ്ട്. നല്ല ഗാനങ്ങൾ പാടുന്നതിന് അച്ഛൻ നമുക്ക് നേതൃത്വം നൽകി. അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ ബാക്കി അച്ഛൻ്റെ സാന്നിധ്യം നമ്മളോട് നമുക്ക് എപ്പോഴും പിന്നെ പ്രാർത്ഥന നൽകി അച്ഛൻ നമ്മെ സഹായിച്ചു. അച്ഛനോടുള്ള നന്ദി ഈ അവസരം. സാന്ത്വനച്ചൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്. അച്ഛൻ നമ്മളോടൊപ്പം കടന്നു വന്നു. ഇനിയുള്ള പ്രാർത്ഥന അച്ഛനാണ് ചെയ്യുന്നത്. അച്ഛനോടുള്ള നന്ദി ഈ അവസരം. നമ്മുടെ ഫിലിമോൻ കോഴ്സും അച്ഛൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഈ പാട്ട് പഠിപ്പിച്ചതൊക്കെ അച്ഛൻ്റെ ഒരു കയ്യിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. മനോഹരമായിട്ട് അച്ഛൻ PT കോഴ്സച്ഛനും ഫിലിമോനച്ഛനും കൂടെ കൺട്രോൾ ചെയ്തു. അതിൻ്റെതായുള്ള അറിയാനുണ്ടായിരുന്നു. രണ്ടുപേരോടും ഉള്ള നന്ദി. നമ്മുടെ പ്രോഗ്രാം കൺവീനറായി പ്രവർത്തിച്ചത് ജെയിംസ് വർഗീസ് കൂടിയോട്ട് കാഴ്ചയിലാണ്. നന്ദി. സെക്രട്ടറി ജേക്കബ് ചാക്കോ വള്ളത്തിൽ, ട്രഷറർ P. ഡാനിയൽ. സമയമില്ലാത്തത് ഓടിച്ചോടിച്ച് പറഞ്ഞു പോവുകയാണ്. ഇടവക ചുമതലക്കാർ, സംഘടനാ ചുമതലക്കാർ എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കാളികൾ ആയിരുന്നു. ഇടവക വൈസ് പ്രസിഡന്റ്, ട്രസ്റ്റി, സെക്രട്ടറി, ട്രസ്റ്റിമാർ 2 പേര്, അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും നമ്മുടെ ഈ ആശുപത്രി പങ്കാളികൾ ആയിരുന്നു. പാട്ടുകാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം നമ്മളെല്ലാവരും നല്ല സുന്ദരമായിട്ട് പാടി എന്നുള്ളത് നാം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ
ചില വിവരപ്പെടുത്തുന്നില്ല. എത്രമാത്രം നല്ല നല്ല പാർട്ടിക്കാരും ഒക്കെ അവരുടെ കഴിവുള്ള ഒരു ഇടവകയാണ് കേരളത്തിൽ ഇടവക എന്ന് നാം തെളിയിച്ചിരിക്കുകയാണ്. എല്ലാവരോടും ഉള്ള നന്ദി ഈ അവസരം അറിയിക്കുകയാണ്. നമ്മുടെ കൊച്ചുമണിയുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ ഈ ഗാനസഭയിൽ 2 വ്യക്തികൾ വന്ന് സംബന്ധിക്കുന്നുണ്ട്. ഒന്ന് മിസ്റ്റർ റെനി കെ ജോൺ, ഒന്ന് മിസ്റ്റർ ബിജു ജോർജ്. ഇത് ബിജു ജോർജാണ് നമുക്ക് മനോഹരമായ ഒരു ഗാനം ആരംഭിച്ചത്. 2 പേരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ അവിടെ കൊച്ചമ്മമാർ എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തുള്ള കൊച്ചന്മാരുടെ പാട്ടിൻ്റെ ഒരു ഭാഗമായിരുന്നു. നല്ല നല്ല ഭാഷകളൊക്കെ കേൾക്കുവാനും അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. വീണവായനയിലൂടെ നമ്മെ കോരിത്തെരിപ്പിച്ച റിയാൻ വേലക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇടവെട്ടിൻ്റെ പ്രത്യേകമായ നമ്മുടെ ശുശ്രൂഷകൻ പീറ്റർ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ക്രമീകരണങ്ങളും പീറ്റർ തക്ക സമയത്ത് ചെയ്തു തന്നു. പീറ്ററിനുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. നമ്മുടെ മൈക്കിൻ്റെ അറേഞ്ച്മെൻറ്റ് എല്ലാം ചെയ്തത് കുടുംബത്തെ ജോയിയാണ്. ജോയിയുടെ മകൻ എൽവിൻ, ഡാൻ തെക്കുപ്പണം, രഞ്ജു പടമത്ത്, ഇവരൊക്കെ അവരുടേതായുള്ള ഓരോരോ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു. നമ്മുടെ രഞ്ജു നമ്മുടെ ഈ പരിപാടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ലിങ്ക് ശരിയായിട്ട് കിട്ടിയില്ല. ഇത് ഒരു 2-3 ദിവസത്തിനകം നമ്മുടെ പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ രഞ്ജു ഇടുന്നതായിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ പരിപാടികൾ മൊത്തം കാണും. ഇതിനായിട്ട് പ്രവർത്തിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഈ അവസരം അറിയിക്കുന്നു. ഇതിനുശേഷം നമുക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ട്. അതിൻ്റെ ചുമതല ഏറ്റെടുത്തത് അതിലേക്ക് കാമ്പാച്ചനാണ്. വളരെ നന്ദി അറിയിക്കുന്നു. സാമ്പത്തികമായി ഇതിൽ സഹായിച്ച ചിലരുണ്ട്. പേര് എടുത്തു പറയേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ പേരുകൾ പറയുന്നില്ല. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ പ്രാർത്ഥന ഇത്ര മനോഹരമായ ഒരു സംഖ്യയായിരുന്നു. എല്ലാവരും നല്ല നല്ല പാട്ടുകൾ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ചൂടിൽ വളരെ ഉത്സാഹത്തോടും നമ്മുടേതായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ ഗാനങ്ങൾ ഒക്കെ ചെയ്തു. ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ ഇതിലൊക്കെ ഉപരിയായി നമ്മുടെ ഈ പരിപാടികളൊക്കെ കാണുവാനായിട്ട് നമ്മുടെ പള്ളി നിറഞ്ഞ ഇത്രയും ആളുകൾ ഇത്രയും ഇടവഞ്ഞങ്ങൾ വന്നു ചേർന്നു. എല്ലാവരോടും തീർത്താൽ വീഴാത്ത കടപ്പാടുകൊണ്ട് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഒരു കാര്യത്തിലൂടെ ഇതിൻ്റെ പരിപാടി നമുക്ക് ആങ്കറിങ് ചെയ്തത് എൻ്റെ നിഷ്ഠ മാമത്തിലെ നിശ്ചയാണ്. നിശ്ചയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഇതിന് ആവശ്യമായ ബ്രോഷറുകളും മറ്റുള്ള ഇതെല്ലാം അടിച്ചു തന്നത് കുവൈറ്റുള്ള ഒരു ജോബി നേതൃത്വമാണ്. ജോബിയോടുള്ള പ്രത്യേകമായ നന്ദി ചെയ്യുന്നു. എല്ലാത്തിനും ഉപരിയാണ് കർത്താവിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് ഇത്രയും സമയം നമുക്ക് സന്തോഷിക്കുവാനായിട്ട് തുടർന്നു വന്നിയാൽ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം ഒരു മനോഹരമായ സംഘടനയാണ് കാര്യത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നുകൊണ്ടുള്ള എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കാം. എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറമായ നിങ്ങൾ എല്ലാവരും ഈ പാട്ടുകളിൽ പങ്കുചേർന്നുകൊണ്ടുള്ള സന്തോഷമാണ്. സാഹിത്യ ബ്ലൗസ് അതോടൊപ്പം
വലിയ ഷർട്ട് മേക്കപ്പ് വലിയ മാല എന്ന് വേണ്ട ഇത്രയും ഒരുക്കം നിങ്ങൾ നടത്തി തന്നെ വലിയ സന്തോഷമാണ്. ഇത് നമുക്ക് മാനസികമായി ശാരീരികമായി ആത്മീയമായി ഉണർന്നു എന്നുള്ളത് അവിതർക്കിതമായ സംഗതിയാണ്. നിങ്ങളെ എല്ലാവരും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത് നേതൃത്വം കൊടുത്ത എല്ലാവരെയും കൃത്യമായി ഞാൻ സാധിക്കുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് എല്ലാവരും നന്ദി പറഞ്ഞല്ലോ. അദ്ദേഹത്തിനുള്ള നന്ദി എല്ലാവരും പേരിൽ അറിയിക്കുന്നു. അതിനുപരിയായി ദൈവത്തിന് ഒരായിരം സ്തോത്രം അർപ്പിക്കുന്നു. ഒരു 5:45 നല്ല മഴ തോന്നും. എന്നാൽ ഞാൻ വളരെ വേവലാതിപ്പെട്ടു. കാരണം ശക്തമായ മഴ പെയ്താൽ ഒരു പാട്ടുകളൊന്നും അത് സുന്ദരമാകുന്നില്ല. എന്നാൽ ദൈവം കാലാവസ്ഥയ്ക്ക് അനുകൂലമായി തന്നു. ദൈവത്തിന് ഒരായിരം സ്തോത്രം. ഈ ശക്തിയോടെ നമുക്ക് നന്നായി ഒരുപാട് പ്രവർത്തിക്കാം. അത് വിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് സോ മച്ച്. സാം ജോർജിന്റെ പ്രാർത്ഥനയ്ക്കും PT കുര്യേസിന്റെ ആശീർവാദത്തിനു ശേഷം ഈ സംഗീത സന്ധ്യ ഇവിടെ അവസാനിക്കുന്നതായിരുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. ഇത് സംഘടിപ്പിച്ച ഇടമേശിനെയും അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കുന്നത് നല്ല തുടക്കുകയും പുതിയ വർഷത്തിൽ പ്രവർത്തനങ്ങൾക്ക് കൈവരിക്കാൻ ഈ സഹായിച്ചവരുടെ സ്തോത്രം. ഇവിടെ അവസാനിച്ചു തുടർ വർഷങ്ങളിലും കൊച്ചിന്റെ അത്ഭുതകരമായ പാട്ടുകൾ ചിട്ടയോടുകൂടെ പാടാൻ എല്ലാവർക്കും ചെയ്യുന്നത്. ഇവിടെ പാടിയ 9 പ്രാർത്ഥനകൾക്കാരെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. എല്ലാം വളരെ മെച്ചമായി താളാത്മകമായി ഏറ്റവും ഭംഗിയാണെന്ന് പാടാൻ കർത്താവ് പഠിക്കാൻ ഉള്ള താല്പര്യം നൽകുന്ന സ്തോത്രം അതിൽ പരിശീലിപ്പിച്ചവർക്കായി ശ്രമിക്കുന്നു. ഇതിനുവേണ്ടിയൊക്കെ ചെലവിട്ട എല്ലാവരെയും വിശേഷാലിന്റെ പേര് പറഞ്ഞ ജോലിയെയും ഓർത്ത് ഞങ്ങളുടെ ശ്രമിക്കുന്നു. കർത്താവെ, വിദേശിയുടെ ലാളിത്യം ഞങ്ങൾക്ക് നൽകണമേ. ഒരു അരക്കച്ചയും കൊണ്ടുകൊണ്ട് ദേശത്തിന്റെ നാനാഭാഗങ്ങളിലും താളവണ്ടിയിലും നടന്നും ഒക്കെ യാത്ര ചെയ്ത് സുവിശേഷത്തിന് വേണ്ടി ജ്വലിച്ചു പ്രകാശിച്ച ഉജ്ജ്വല വിളക്കായി കെട്ടടങ്ങി ഇന്നും സ്വർഗസന്നിധി ജീവിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ ദാസനെ പോലെ ഞങ്ങൾ കർത്താവെ ലോകത്ത് ജീവിക്കുമ്പോൾ വിടേണ്ടതിനെ എല്ലാം വിട്ട് ലാളിത്യത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഭക്ഷണം കഴിക്കാതെ കഴിച്ചുകൊണ്ടും കർത്താവെ ക്ഷീണിതനായും ബലത്തോടുകൂടിയും അവിടുത്തെ വേല ചെയ്തതിൻ്റെ ദാസനെ ഓർക്കുമ്പോൾ ഞങ്ങൾ സുവിശേഷത്തിന് വേണ്ടി എന്തെല്ലാം വിധത്തിൽ ത്യാഗമനുഷ്ഠിക്കുന്നു എന്നുള്ളത് ഈ രാത്രി ഓർക്കാൻ ഞങ്ങളെ സഹായിക്കണേ. അനേക അനുഭവങ്ങൾ കൂടെ തന്റെ ദാസനെ നടത്തിയപ്പോൾ എഴുതിയ ചിട്ടപ്പെടുത്തിയ മനോഹരമായ ഗാനങ്ങൾ ഇന്ന് ഭൂലോകത്തിന്റെ അറ്റത്തോളം വിവിധ ജാതി മതസ്ഥർ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ ദൈവത്തിന്റെ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാറ്റക്കണം. ദൈവമേ, ഒരിക്കൽ മുഖാന്തരത്തിനായി സ്തോത്രം. ഇത് കൊച്ചുവേശി ഓർത്തതല്ലോ, എന്നാൽ ആ നല്ല മനുഷ്യന്റെ ആത്മീയ തീഷ്ണത, ആ ഭക്തിനിർഭരമായ പാട്ടുകൾ, വേദനയിലൂടെ കടന്നു പോകുന്നവരുടെ കണ്ണുനീരൊപ്പുന്ന വാക്കുകൾ, ഇന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളും ഞങ്ങളുടെ ഭവനാന്തരീക്ഷങ്ങളിലൊക്കെ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാൻ സഹായിക്കണേ. ഇതിലൂടെ വലിയ പ്രത്യാശ തരണമേ. പ്രതിസന്ധികളിൽ കൊണ്ട് കുലുങ്ങിപ്പോകല്ലേ. ഞങ്ങളുടെ കർത്താവ് വരുമെന്നുള്ള വലിയ പ്രത്യാശ ജീവിച്ചിരുന്ന നാടുകളിലൊക്കെ കൊച്ചു പ്രേരിച്ച് അനേകർക്ക് നൽകി അനേകരുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു മാനസാന്തരത്തിലേക്ക് നടത്തിയത് ഞങ്ങൾ ഓർക്കുന്നു. മണിക്കൂറുകൾ സാക്ഷ്യം പറയാനും ദൈവജനം പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് കൊടുത്ത വലിയ ആവേശത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് അത്രമാത്രമൊന്നുമില്ല കർത്താവേ. ഇന്നും സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിമാരുടെ അഗ്രഗണ്യനായി അദ്ദേഹം ഇന്നും ശോഭിക്കുന്നതിനായി സ്തോത്രത്തിന്റെ പേരുകൾ ഞങ്ങൾക്കത് പറയാനുള്ളതുകൊണ്ട് സ്തോത്രം. സഭ തന്നെ അദ്ദേഹത്തെ മാനിച്ചിരിക്കാൻ സ്തോത്രം. സഭയെ ഓർക്കുമ്പോൾ കൊച്ചുപ്രദേശി ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഈ രാത്രി ഒരു നിറഞ്ഞ സദസ്യം തന്നു കർത്താവെ. കൊച്ചുപ്രദേശി ഒന്നുകൂടെ ഓർക്കാൻ കടന്നുപോയ വേദനകളിൽ ദൈവം എങ്ങനെ ഇടപെട്ടുന്നുള്ളത് കേൾക്കാൻ നിന്റെ വചനം നിന്റെ ദാസനും കൂടെ ഞങ്ങൾക്ക് ശ്രമിപ്പാൻ, നല്ല പാട്ടുകൾ കൂടെ ശ്രമിപ്പാൻ ദൈവം നമ്പരാജനയ്ക്ക് മുഖാന്തരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വികാരിയെ കുടുംബത്തെ അനുഗ്രഹിക്കണം. കോശിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മനുകൾക്ക് കൊച്ചമ്മ, മറ്റ് കൊച്ചമ്മമാര് വരാൻ കഴിയാതെ പോയ അച്ഛന്മാർ, കുടുംബങ്ങൾ എല്ലാവരെയും ഒന്നടങ്കമായി അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ.
വേർപാടുകൾക്ക് കഴിയുന്നവരുടെ കണ്ണുനീരൊക്കെ അവർക്ക് ആശ്വാസം നൽകട്ടെ. ഈ രാത്രി ഞങ്ങൾ മടങ്ങി പോകുന്നു. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം കാണുന്ന ലയിച്ചതിന്റെ മറവിൽ പറയണേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആശീർവാദമെല്ലാം കഴിഞ്ഞാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമേ, രാജ്യം വരണമേ, പോലെ ഭൂമിയിലുമാകണമേ, പോലെ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങിയും സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ പ്രിയര ദൈവത്തിന്റെ കൃപകളും ആശീർവാദങ്ങളും പ്രിയരെ നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുകയും യഹോവയ്ക്ക് പാടിയുടെ നാമത്തെ വാഴ്ത്തുവാനും നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാനും ദിനംതോറും നമ്മെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ.